ഗുരുജനത്തിലേക്ക് സ്നേഹവന്ദനം. 20-ാം അധ്യായത്തോടുകൂടി അവസാനിപ്പിച്ചതായിരുന്നു യോഹന്നാന്റെ സുവിശേഷമെന്ന് തോന്നുന്നു. അതിൻ്റെ ഒടുവിലത്തെ വരികൾ വായിച്ചാൽ നമുക്ക് തന്നെ വെളിപ്പെട്ട് കിട്ടുന്നതാണ്. ഞാനിവയൊക്കെ എഴുതുന്നത് കർത്താവായ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാനും രക്ഷകനായിട്ട് അവനെ സ്വീകരിക്കാനോ എന്ന മട്ടിലാണ് ആ ഒടുവിലത്തെ വരികൾ. ഏതാണ്ട് ഒരു ഗ്രന്ഥത്തിന്റെ ഭരതവാക്യം കണക്ക് അനുഭവപ്പെടുന്നുണ്ട്. 21-ാം അധ്യായം പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നാണ് പറയുക. അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. അതിൽ തന്നെ വളരെ ഇൻഡിപെൻഡന്റ്, ഒപ്പം അതിൽ തന്നെ വളരെ പൂർണ്ണോ. ഇത്ര ഭംഗിയായിട്ടാണ് ബുദ്ധനായ ക്രിസ്തുവിന്റെ വാക്കുകൊണ്ടൊരു ചിത്രം ഒരാൾക്ക് വരക്കാവുന്നതിന്റെ ഏറ്റവും നല്ല സാക്ഷ്യമാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. ഇതിൽ നേരമുണ്ടെങ്കിൽ അത് ഈ രാത്രിയിലെടുത്തുനിന്ന് വായിച്ചാൽ നല്ലതാണ്. എന്തിനു വേണ്ടിയായിരിക്കണം ഈ അധ്യായം കൂട്ടിച്ചേർക്കപ്പെട്ടത്? ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ, സത്സംഗുകൾ, സദ്ഭാവന, പിന്നെ അവൻ കടന്നുപോയ കുരിശുമരണം, അതിനൊക്കെ ശേഷം ഒരു ഉയർപ്പിന്റെ ഒരു അധ്യായം നിശ്ചയമായിട്ടും വേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ അൾട്ടിമേറ്റായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് ഈ പാഠങ്ങളും ഈ മൂല്യബോധവും കടന്നുപോകേണ്ടി വരുന്ന സ്ട്രഗിളും അനുഭവിക്കേണ്ട കുരിശുമരണങ്ങളും ഒക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകേണ്ട ഉയർപ്പിലേക്ക്. എന്തൊരു ഭംഗിയുള്ള പദമാണ് ക്രിസ്ത്യാനിറ്റി ഭൂമിക്ക് കൊടുത്ത ഉയർപ്പ്. ലോകം മുഴുവൻ ഇങ്ങനെ ഉയർപ്പിന് വേണ്ടി കാത്തു കിടക്കുന്നുണ്ട്. ദേവതുല്യനായ ഒരു മനുഷ്യന്റെ ആ കാൽപാദം തൊട്ടപ്പോൾ ഒരു കലിനകത്തു നിന്ന് ഒരു സ്ത്രീ അഹല്യ പുറത്തു വന്ന കഥയൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചിട്ടില്ലേ? നല്ല സങ്കല്പമല്ലേ? എല്ലാവരും ഇങ്ങനെ ഉയർപ്പിന് വേണ്ടി കാത്തു കിടക്കുക. ഒരു സ്നേഹത്തിലോ സൗഹൃദത്തിലോ പ്രണയത്തിലോ വിപ്ലവത്തിലോ ഒക്കെ സംഭവിക്കുന്ന എന്താ? സച്ചിദാനന്ദന്റെ ചില വരികളൊക്കെ ഓർമ്മയില്ലേ? ആ പൊടിയും കരിയും ഒക്കെ പുരണ്ട ഒരുവളുടെ ജീവിതത്തിന് ഇങ്ങനെ പൂക്കളുടെ പരാഗങ്ങളിലേക്ക് ഉയർത്തുന്ന പ്രക്രിയയുടെ പേരാണ് പ്രണയം എന്ന മട്ടില്ല. എല്ലാ ഭൂതലത്തിലുള്ള എല്ലാവരും ഉയർപ്പിന് വേണ്ടി കാത്തു കിടക്കുക. ഉയർപ്പിന്റെ ജീവിതമാണിത് വാസ്തവത്തിൽ. ഓരോരുത്തരും ഞങ്ങളുടെ മനസ്സോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇത്രയേ ഉള്ളൂ: ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനകത്ത് ഈ ബുദ്ധനായ ക്രിസ്തുവിന്റെ ഇടപെടലുകൾ എന്നെ കുറെ കൂടി ഉയർപ്പിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ബുദ്ധനായ ക്രിസ്തു തന്റെ അടയാളങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക? തിബേരിയസ് കടപ്പുറത്തേക്ക് നമുക്ക് പോകാം. ഗലീല കടലെന്ന് തന്നെ അതിന്റെ അർത്ഥം. കടലെന്ന് പറയുമ്പോഴും ഓർമ്മിച്ചു കൊള്ളണം, ബൈബിളിൽ കടലെന്ന് പറയുന്ന ഈ ഇടം വാസ്തവത്തിൽ തടാകമാണ്. 7 പേര് തങ്ങളുടെ പഴയ പണിക്ക് പോവുക. ഒരിക്കലും ഈ ഇടത്തിൽ നിന്നാണ് മനുഷ്യ പിടിക്കാമെന്ന് പറഞ്ഞ വളരെ ഓർഗാനിക്കായ ജൈവികമായ കവിത ചൊല്ലി യേശു അവരെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയത്. നിങ്ങൾ മീൻ പിടിക്കേണ്ടവരല്ല, നിങ്ങൾ മനുഷ്യ പിടിക്കുന്നവരാക്കാം. ഇപ്പോഴാവട്ടെ ആ ക്രിസ്തുവിന്റെ ഒരു ടാഞ്ചബിൾ പ്രസൻസ് ഇങ്ങനെ കൂടെ ഇല്ലാത്തത് കൊണ്ട്, കേൾക്കാവുന്ന ദൂരത്തിൽ അവനില്ലാത്തത് കൊണ്ട്, കാണാവുന്ന അകലത്തിൽ അവനില്ലാത്തത് കൊണ്ട് പതുക്കെ പതുക്കെ അവര് ഉപേക്ഷിച്ച വഴികളിലേക്ക് തങ്ങൾ കുലീനമായൊരു ധർമ്മം മറന്നിട്ട് പോവുകയാണ്. അപ്പോ അവന്റെ സാന്നിധ്യം ഇല്ലാതെ പോകുമ്പോൾ മനുഷ്യർ സംഭവിക്കുന്ന ഒരു ദുരന്തത്തിന്റെ അല്ലെങ്കിൽ ഒരു പാളിച്ചയുടെയൊക്കെ സൂചന ഇത്. ഉപേക്ഷിച്ച വഴികളിലേക്ക് മടങ്ങിപ്പോവുക, മനുഷ്യൻ അതേ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോവുക. അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. എന്നിട്ടോ 7 പേര് കൂടി രാത്രി മുഴുവൻ ഇങ്ങനെ വലയെറിയുക. ഒരു ചെറുമീൻ പോലും കുരുങ്ങുന്നില്ല. നല്ല പണിയറിയാവുന്ന ആരാ? പണിയറിയാവുന്നത് കൊണ്ടോ തടാകത്തിൽ മീനുള്ളത് കൊണ്ടോ മാത്രം ജീവിതം എപ്പോഴും ശുഭകരമാണെന്നില്ല, ഭംഗിയുള്ളതാവണമെന്നില്ല. ഈ ചെറിയ പ്രാണനിൽ മനുഷ്യൻ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്ന് അവന്റെ അധ്വാനത്തിന് നിരക്കുന്ന ഫലമല്ല അവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന വാക്ക് സെൻസ് ഓഫ് ഫുട്ടിലിറ്റി എന്ന് പറയുന്നത് വിഫലബോധമാണ്. എല്ലായിടത്തും ഉണ്ട് ഈ ഒരു ഫുട്ടൈൽ എന്ന് നമുക്ക് തോന്നുന്ന ഒത്തിരി ശ്രമങ്ങളാണ്. കുറച്ചിങ്ങനെ സർഗാത്മക ജീവിതമുള്ള ചെറിയ മക്കളുമൊക്കെ ആയിട്ട് അടുപ്പമുള്ളത് കൊണ്ട് അവർ പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. 5ഓളം അല്ലെങ്കിൽ 6ഓളം പടങ്ങളൊക്കെയാണ് ഒരു മാസം നമ്മുടെ നാട്ടിൽ തിയേറ്ററിലെത്തുന്നത്. പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് ഒരു 12,000 ചെറുപ്പക്കാരെങ്കിലും ഇങ്ങനെ കേരളത്തിന്റെ പല ഇടങ്ങളിലൊരു മുറിയൊക്കെ എടുത്തുകൊണ്ട് തിരക്കഥയിൽ ഏർപ്പെടുകയും ഒരു ചിത്രത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടോ അവരുടെ പേരൊന്നും ഈ സെല്ലുലോയിഡ് ഈ വെള്ളിത്തിരയിൽ എഴുതി വരുന്നില്ലല്ലോ. അതിനർത്ഥം ഇത് വെറുതെ ഇങ്ങനെ ഇതിനോടൊരു കൗതുകത്തിൽ പുറപ്പെട്ട ചെറുപ്പക്കാരൊന്നുമല്ല. ഇതിനോട് പാഷനേറ്റ് ആയിട്ട് പുറപ്പെട്ട, തങ്ങളുടെ വഴി ഇതാണെന്ന് കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാരാണ്. എന്നിട്ട് ഇത്രയും കൃത്യമായ അറിവും ഇത്രയും പാഷനൊക്കെ പുലർത്തിയിട്ടും തങ്ങളുടെ സർഗാത്മകതയ്ക്ക് ഇടങ്ങുന്ന ഒരു ഇടവോ അതിനകത്ത് ഒരു കരിയർ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു പ്രതലത്തിൽ അതിനെ അടയാളപ്പെടുത്താൻ പറ്റാതെ പോകുന്ന ഈ ചെറുപ്പക്കാരുടെ വരെ എന്താ? ഇത് അവരുടെ മാത്രമല്ല, എല്ലാ മേഖലയ്ക്കകത്തുണ്ട് ഈ സങ്കടം. വിത്തെറിഞ്ഞിട്ട് ഭൂമി ബലം തരാതിരിക്കുന്നു, വലയെറിഞ്ഞിട്ട് കായലോ അല്ലെങ്കിൽ കടലോ ചാകര തരാതെ പോകുന്നു.
ഒത്തിരി സ്നേഹിച്ചിട്ട്, ഇങ്ങനെ പാഷനേറ്റ് ആയിട്ട് സ്നേഹിച്ചിട്ട് നിങ്ങൾക്കെതിരായിട്ട് നിങ്ങളുടെ ഉറ്റവർ അവരുടെ സ്നേഹത്തിന്റെയോ പ്രണയത്തിന്റെയോ ഒക്കെ ജാലങ്ങൾ ഒട്ടിയടക്കുന്നു. 800 കോടി മനുഷ്യരുള്ള ഈ ഭൂമിയിൽ എന്നെങ്കിലും ഒരു ദിവസം ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കഠിനമായ ശിരോലിഖ്യത്തിന്റെ പേരാണെന്ത്? സെൻസ് ഓഫ് ഫിഡിലിറ്റി, വിഫലബോധം. ആ വിഫലബോധത്തിന്റെ, നിരാശയുടെ, ഇരുട്ടിന്റെ, അജ്ഞതയുടെ ഒക്കെ പടവുകളിലേക്ക് ഒരാൾ എത്തുകയാണ്. അപരിചിതനാ. കാര്യം 100 യാർഡ് അകലമാണെന്നൊക്കെ യോഹന്നാൻ അത് കൃത്യമായിട്ട് വരക്കുന്നുണ്ട്. ചെറിയ അകലമാ, വേണമെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കാവുന്നു. പക്ഷെ ക്രിസ്തുവിന്, ഉയർപ്പിന് ശേഷമുള്ള ക്രിസ്തുവിന്റെ ഒരു നിലപാട് തന്നെ ഇതാന്ന് തോന്നി. ഇങ്ങനെ അപരിചിതരെ കണക്ക് തോന്നിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അപരിചിതരുടെ മുഖപടം ഇട്ടിട്ടൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് വരിക. എന്താ അതിന്റെ സൂചന? ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനെയും ഗൗരവമായിട്ട് എടുക്കുക. ആർക്കറിയാം അതിന് പിന്നിൽ ക്രിസ്തു ഒളിച്ചു നിൽക്കുന്നതെന്ന്? അത് കുറെ കൂടി ഇങ്ങനെ ഭൂമി ആദരപൂർവ്വം കാണാനായിട്ടുള്ളൊരു പുതിയ ശ്രമമാണെന്ന് തോന്നുന്നു ഈ ഉയർപ്പിന് ശേഷമുള്ള ക്രിസ്തുവിന്റെ ഈ പ്രത്യേക ഒരു ഭാവം. എല്ലാ അപരിചിതരുടെ പിന്നിലും ഇയാൾ ഒളിച്ചു നിൽപ്പുണ്ടെന്നൊക്കെ മനസ്സിലാക്കി കഴിയുന്നാൽ ലോകത്തുള്ള ഏതൊരു മനുഷ്യനെയും കൈകൂപ്പി കണ്ണു നിറഞ്ഞ് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്ക് വരുന്നു. എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാര് അവന് തിരിച്ചറിയണേയില്ല. ഒരു ദിവസം മുഴുവൻ കൂടെ നടന്നു, അവനുമായിട്ട് സംസാരിച്ചപ്പോൾ ഹൃദയത്തിൽ കനൽ വീണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും അത് യേശുവാണെന്ന് അറിയുന്നില്ലല്ലോ. അർത്ഥം എന്താണ്? ഈ സ്ട്രേഞ്ചർ എന്ന് പറയുന്ന ഒരു മുഖപടം നിശ്ചയമായിട്ടും ക്രിസ്തു അണിഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഏറ്റവും അവനെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ട, അവന്റെ കാൽപാദങ്ങൾ ജീവിതം സറണ്ടർ ചെയ്ത ആ സ്ത്രീ മാഗ്ദലന മേരി. ആ മാഗ്ദലന മേരി എന്താ പറയുന്നത്? തോട്ടക്കാരെന്നാണ് വിളിക്കുന്നത്. തൊട്ടു മുമ്പ് നിന്നിട്ട് പോലും. ഇപ്പോഴാവട്ടെ 7 ശിഷ്യന്മാര് അവനിങ്ങനെ കൈക്ക് പിടിച്ച് കൂടെ കൊണ്ട് നടന്ന് വലിയ പ്രകാശത്തിലേക്കും ജ്ഞാനത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോയ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ പ്രകാശത്തിന്റെ വഴികളുടെ പിച്ച വെച്ച് നടക്കാനായിട്ട് പ്രേരിപ്പിച്ച ആ കൈകള് അവർ തിരിച്ചറിയാൻ പോകുന്നുണ്ടോണ്ടാ? അപ്പോൾ അത് ലാവണ്യമുള്ള, കവിത ഉള്ളൊരു സങ്കല്പമാണ്. അപരിചിതരെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന യേശുവിനെ. 6 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം വിധിക്കപ്പെടുന്നൊക്കെ ഒടുവിൽ യേശു പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം അതാണ് ശ്രദ്ധിച്ചാൽ നല്ലതാ. ഐ വാസ് എ സ്ട്രേഞ്ചർ. ഞാൻ അപരിചിതനായിരുന്നു. നിങ്ങളുടെ ഗൃഹത്തിൽ എന്നെ സ്വീകരിച്ചു. ഗൃഹത്തിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഈ 4 മുറിയുള്ള ഒരു ഇടമാണ്. ഈ 4 മുറിയുള്ള ഇടമാണല്ലോ ഈ ഹൃദയം എന്ന് പറയുന്നത്. അവിടേക്ക് മനുഷ്യനെ സ്വീകരിക്കാന്നുള്ളത്. അപ്പൊ അപരിചിതരെയൊക്കെ ആദരവോടുകൂടി ഊഷ്മളതയോടൊക്കെ സ്വീകരിക്കാനുള്ള ഒരു ഭംഗിയായ സൂചന ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഉഷസ്സായപ്പോൾ യേശു എന്നുള്ള വാക്ക്, നീതിസൂര്യൻ, ജ്ഞാനസൂര്യൻ എന്നൊക്കെ എന്തുമാത്രം ലുത്തീനിയ വിശേഷണങ്ങളാണ് നമ്മൾ അവിടത്തേക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്നേഹം വരുമ്പോൾ മനുഷ്യൻ എന്തുമാത്രം പദങ്ങൾ ആവശ്യമുണ്ട്. യേശുവിന് വേണ്ടി എന്തുമാത്രം പദങ്ങളാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്. അതിനകത്ത് നിശ്ചയമായിട്ടും ഈ സൂര്യൻ എന്ന് പറഞ്ഞ വാക്ക് എത്ര പ്രാവശ്യമാണ് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഇരുട്ടില് ഉഷസ് കണക്ക് അയാൾ എത്തുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഉയർപ്പിന്റെ സമൃദ്ധിയുടെയും സമഗ്രതയുടെയും ജീവിതത്തിലേക്ക് യേശു കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്നത് നല്ലൊരു മെഡിറ്റേഷനാണ്. അതിന് ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് സംഭവമാണ്. അവനവനെ തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റിനടക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരാൾ അയാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെ റിൽക്കെ എന്ന് പറയുന്ന മിസ്റ്റിക് ആൻഡ് പോയറ്റ് അയാൾ എഴുതി വെക്കുന്നുണ്ട്. ശരിയാ, ഈ ലോകം മുഴുവൻ കീഴ്പ്പെട്ടത് എന്താ കാര്യം? ഓരോരുത്തർ അവനവനെ അഭിമുഖീകരിക്കുക, അവനവന്റെ ഉള്ളിലേക്ക് ഒരു ഇഞ്ച് പ്രവേശിക്കുക. വെളിപാട് പുസ്തകമൊക്കെ പറയുന്നതൊക്കെ നീ വിചാരിക്കുന്നു നീ ധനിക്കണ്ട, പക്ഷെ നിന്നെ കണക്ക് റച്ച് പറയില്ലെന്നാ പറയുക. യു ആർ ബെഗർ ലൈക്ക്. ഒരാൾ ധനവാനാണെന്ന് സ്വയം കരുതുകയും അയാൾ ഇങ്ങനെ തമ്പുരാന്റെ സന്നിധിയിലും കണ്ണാടിന്റെ മുമ്പിലും നിൽക്കും, മറ്റുള്ളവരുടെ കണക്കൂട്ടലിന്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓട്ടക്കയുമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമാണ്. അപ്പൊ അവനവനെ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിലേക്കാണ് യേശു ആദ്യത്തെ സൂചന. അതുകൊണ്ട് യേശു ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ വല്ലതും കിട്ടിയോ? നിങ്ങൾ എവിടെ നിൽക്കുന്നു ഉള്ള ഒരു അന്വേഷണം. നമുക്കറിയാം വേദപുസ്തകത്തിൽ ആദ്യത്തെ ചോദ്യം പോലും അതാണ്, നീ എവിടെയാ? വേർ ആർ യു ആക്ച്വലി സ്റ്റാൻഡിങ്? ഇപ്പൊ എവിടെയാ നിൽക്കണം? അത് കണ്ടെത്തുന്നതിന് വിളിക്കുന്ന വാക്കാണ് സെൽഫ് അവയർനെസ്. ആ സെൽഫ് അവയർനെസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് നിന്ന് മാത്രമേ എന്തെങ്കിലും തരത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്കൊരു ഊർജ്ജമോ അല്ലെങ്കിൽ ഒരു കൺവേർഷനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അവരെ തന്നെ കണ്ടു. നമുക്കറിയാം ക്രിസ്തുവിന് ഇവരുടെ ഈ ഒരു ഫെയ്റ്റ് അറിയാഞ്ഞിട്ടല്ല, ഇവരുടെ ഒരു ഫ്ലൈറ്റ് അറിയാഞ്ഞിട്ടല്ല. കടലിനടിയിലൂടെ ഒരു മത്സ്യം പോകുന്നുണ്ട്, ആ മത്സ്യത്തിനുള്ളൊരു ദ്രാക്മയുണ്ട്. ആ മത്സ്യത്തെ പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ മുറിച്ച് അതിനകത്ത് ദ്രാക്മ കൊണ്ടുപോയി ഇങ്ങനെ കപ്പം കൊടുക്കാനൊക്കെ പറഞ്ഞൊരാളാണ്. ഈ ഭൂമിയുടെ മുഴുവൻ ചലനങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളത്, എല്ലാത്തിനെ കുറിച്ചും വ്യക്തതയുണ്ട്, അകത്തും പുറത്തും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. എന്നിട്ടും അവരോട് ആ ചോദ്യം ചോദിക്കുന്നത് അവരുടെ അവസ്ഥ അറിയാഞ്ഞിട്ടല്ല, മറിച്ച് സ്വയം കണ്ടെത്താനുള്ള പ്രേരണയാണ്. അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പൊതുവെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ, ഒരു ഇടർച്ച വരുമ്പോൾ, ഒരു പാളിച്ച വരുമ്പോൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തങ്ങളുടെ ചൂണ്ടുവരലുകൾ ഇങ്ങനെ വശങ്ങളിലേക്ക് നീട്ടുക എന്നുള്ളത്. അതിനകത്ത് സെൽഫ് അവയർനെസ് ഒന്നുമില്ല.
ഇന്ന ആൾ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ രാത്രി ഇയാൾ വിളിച്ചത് കൊണ്ടാണ്, ഇയാൾ വലറിഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇയാൾ വഞ്ചി കുഴഞ്ഞുകൊണ്ടാണെന്നൊക്കെ വേണമെങ്കിൽ കുറ്റപ്പെടുത്താമായിരുന്നു. അത് മനുഷ്യന്റെ സ്വഭാവത്തിൽ കിടപ്പുണ്ട്, ആദ്യമൊട്ടേ ഉണ്ട്. നീയാണ് ഈ പഴം ഭക്ഷിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒരിടത്തും പറയുന്നു, ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ച ഈ കാര്യങ്ങൾ മനസ്സിലാകും. ആദം പറയുന്നു ഹവ പറയുന്നു സർപ്പം കൊണ്ടാ. ഇവിടെ ആവട്ടെ ഇവരാരിലോട്ടും വിരൽ ചൂണ്ടുന്നില്ല, മറിച്ച് അവർ പറയുന്നു ഒന്നും കിട്ടിയില്ല. അപ്പൊ എല്ലാ സെൽഫ് അവെയർനെസ്സിന് ശേഷവും ഒരു കുമ്പസാരമുണ്ട്. അവനവനെ തന്നെ സന്നിധിയിൽ ഏറ്റുപറയുക, ഉറ്റവരെ സന്നിധിയിൽ ഏറ്റുപറയുക, പ്രണയിയുടെ മുമ്പിൽ ഏറ്റുപറയുക, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഏറ്റുപറയുക എന്ന് പറയുന്ന മനോഹരമായൊരു കുമ്പസാരം. അതിനുശേഷം യേശു പറഞ്ഞു, ഇനി വലതു ഭാഗത്തേക്ക് വലയെറിയുക. ഒരു മിറക്കിളാണ്, അത്ഭുതമാണെന്നുള്ള സൂചനകൾ പോലും ഇല്ല കേട്ടോ, അത്തരം പദങ്ങൾ പോലും ഉപയോഗിക്കുന്നില്ല. വേണമെങ്കിൽ ഈ തടാകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി മീൻപിടുത്തം കാണുകയോ പരിചയമുള്ളവർക്കറിയാം, ചിലപ്പോൾ ഇങ്ങനെ അരയോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ വലയെറിയും. അപ്പം അത്രയും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ മീനിന്റെ രാശികൾ എവിടെയാണെന്നൊരു പിടുത്തം ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരുപക്ഷെ കരയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഒരു നീലിച്ച ഒരു ഇടമുണ്ട്, അതിങ്ങനെ മീൻ പറ്റങ്ങൾ കൂട്ടമായിട്ട് പോകുന്നതിൻ്റെ ഇടയാളാണ്. അയാൾക്ക് ഒരു പക്ഷേ ദൂരത്ത് നിന്ന് ഈ കാര്യം കാണാൻ പറ്റുന്നിരിക്കും. വേണമെങ്കിൽ എന്ത് രസകരമായിട്ട് കാണാവുന്ന ഗ്രാമീണമായ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ സംഭവിക്കുന്ന ഒരു ഭംഗിയുള്ള ദൃശ്യമാണ് ഇത്. അതിനിങ്ങനെ ഒരു മിറക്കിൾ അത്ഭുതങ്ങളുടെ പകിട്ട് പോലും ആവശ്യമില്ല. അവിടുന്ന് അവരോട് പറയുകയാണ് വലതു ഭാഗത്തേക്ക് വലയെറിയുക. പക്ഷെ എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം, യോഹന്നാന്റെ സുവിശേഷത്തിന് എപ്പോഴും രണ്ട് പ്രതലമുണ്ട്. നമ്മൾ ഈ കാണുന്ന പ്രതലവുമുണ്ട്, പിന്നെ അതിന്റെ ഒരു അകക്കാമ്പുണ്ട്. അതിനകത്ത് തന്നെ വാക്കുകൾക്കകത്തൊരു ഇന്നർ പ്രൊഫൈലുണ്ട്. അതിലേക്ക് പ്രവേശിക്കുക എന്നുള്ള പ്രധാനം. എന്താ അതിന്റെ സൂചന? വലതു ഭാഗത്തേക്ക് വലയെറിയുക എന്ന് പറഞ്ഞ സൂചന നമുക്കറിയാം. വലയെറിയുന്ന ഒരാൾ 4 ഭാഗത്തേക്കും ചുഴറ്റിയാണ് വലയെറിയുന്നത്. അതിന്റെ അർത്ഥം നേരത്തെയും വലതു ഭാഗത്തേക്ക് വലയെറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്താ ഈ പറഞ്ഞൊരർത്ഥം? ഇനി ചില കാര്യങ്ങൾ ബോധപൂർവം ചെയ്യുക. ഇപ്പൊ സെൽഫ് അവെയർനെസ്സിൽ നിന്ന് ഇങ്ങനെ അവെയർനെസ് എന്ന് പറഞ്ഞൊരു പ്രതലത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവബോധത്തിലായിരിക്കുക. കുറച്ചുകൂടി ഒരു ബുദ്ധിസ്റ്റ് സ്ലാങ്ങുള്ള വിചാരം കൂടിയാണ് അത്. ഇങ്ങനെ ചെയ്യുന്നതൊക്കെ അവബോധത്തിൽ. അതുകൊണ്ടാണ് ഒരു ശിഷ്യൻ തന്നെ കാണാനായിട്ട് വന്നപ്പോഴേക്കും ഗുരു അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് വേണം? ഈശ്വരാനുഭവം വേണം, നിർവ്വാണം വേണം. അപ്പൊ ഉടനെ ഗുരു അവനോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ ചെരുപ്പ് നീ ഇട്ടത് വാതിൽപ്പടി ഇടതോ വലതോ? അവൻ പറഞ്ഞു, എനിക്കൊരു പിടുത്തമില്ല, ഓർക്കണില്ല. അല്ലെ തന്നെ ചെരുപ്പ് വാതിൽപ്പടി ഇടത്തോ വലതോ ഇട്ടതിനകത്ത് ഇപ്പൊ എന്താ വ്യത്യാസം? ഗുരു പറഞ്ഞു, അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവും. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കോൺഷ്യസ് ആവാതെ സ്വപ്നാടത്തിൽ എന്ന കണക്ക്, സോംനാംബുലിസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്നിനകത്ത് പെട്ടവരെ കണക്ക് ഇങ്ങനെ എത്ര കാലം നമുക്ക് മുമ്പോട്ട് നടക്കാൻ പറ്റും? ഓരോരുത്തരും ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറെ കൂടി ബോധപൂർവം ചെയ്യുക, അവബോധം. നമുക്കറിയാം സെക്സിന് പോലും വേദോസ് ഉപയോഗിക്കുന്ന ലാവണ്യമുള്ള വാക്ക് അതാണ്, അവൻ അവളെ അറിഞ്ഞു. പലപ്പോഴും ഇത് വളരെ സ്വാഭാവികം എന്ന് കരുതുന്ന, വളരെ നാച്ചുറൽ എന്ന് കരുതുന്ന ഒരു പ്രക്രിയ. ആരും അതിന്റെ മീതെ അത്രയും മെഡിറ്റേഷൻ ഒന്നും പുലർത്തണമെന്നില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നു, ഒരുവൻ അവന്റെ പ്രിയപ്പെട്ടവളുമായി സഹശയനം അനുഷ്ഠിച്ചെന്നാൽ ഉടനെ വേദപുസ്തകം പറഞ്ഞു അറിയുക. അവബോധം എന്ന് പറയുന്ന സംഭവം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അറിവിച്ചെല്ലും. ഒരു കാപ്പി തിളപ്പിക്കുന്നത് തൊട്ട് പാഠം കളക്കുന്നത്, ഓരോരോ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എല്ലാം ഇങ്ങനെ കുറെ കൂടി അറിവിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്ത് മെഡിറ്റേഷനായിട്ട് മാറുന്നു. ആ ജീവിതം തന്നെ ധ്യാനമാക്കി മാറ്റാനുള്ള ഒരു കുറെ കൂടി ആഴമുള്ളൊരു ക്ഷണം ഈ വാക്കിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മൂന്നാമത്തെ കാര്യം സംഭവിക്കുന്നു, കുറെ കൂടി ഇങ്ങനെ സമൃദ്ധിയുള്ള ജീവിതം ഉണ്ടാകാൻ പോവുകയാണ്. സഫലമാകുന്ന ജീവിതമാണ്, ഉത്സവമാകുന്ന ജീവിതമാണ്. എന്ത് ഗുണപരമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് അതിനെ അടയാളപ്പെടുത്താനായിട്ട് പറ്റും? നിറയെ ചാകരയെ കടലുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, ഈ ചാകര എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ ഉത്സവമാണ്. ഇനി കടലുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മുടെ നല്ല മലയാള പടങ്ങൾ കണ്ടുള്ള എല്ലാവർക്കും അറിയാം, ഈ ചാകര എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ദേശത്തിലുണ്ടാക്കുന്ന വ്യത്യാസം. ചെമ്മീൻ തൊട്ട് പഴക്കമുള്ള കാര്യങ്ങളാണ് അത്തരം ഓർമ്മകൾ. അപ്പൊ ഈ ഒരു ഭംഗിയുള്ള ഒരു സംഭവം ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാം ഇങ്ങനെ ഉത്സവം പോവുകയാണ്. ഇങ്ങനെ ഇല്ലാത്ത വൈക്കം മുഹമ്മദ് ബഷീർ പണ്ട് നമ്മുടെ ഒരു എഴുത്തുകാരനെ കുറിച്ച് പറയുന്ന കണക്ക്, എവിടെയാണ് അയാളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബാനർജി റോഡിലൂടെ നടപ്പുണ്ട്, ഇല്ലാത്ത കുരിശുണ്ടെന്ന മട്ടിൽ തോള് ചരിഞ്ഞ. എപ്പോഴും ഒരു കുരിശുണ്ടെന്ന് പോലും ഇല്ല. ഇങ്ങനെ ഇല്ലാത്ത കുരിശിന്റെ മട്ടിൽ ഇങ്ങനെ മനുഷ്യൻ തോള് ചരിഞ്ഞ് നടക്കേണ്ട കാര്യം എന്താ? കുറെ കൂടി ഇങ്ങനെ ജീവിതം കുറെ കൂടി ആനന്ദമുള്ളതാവണ്ടേ, പുഞ്ചിരി ഉള്ളതാവണ്ടേ, പൊട്ടിച്ചിരി ഉള്ളതാവണ്ടേ, ഫലിതമുള്ളതാവണ്ടേ. അതൊക്കെയാണ് ഈ സെലിബ്രേഷൻ കൊണ്ട് അർത്ഥമാക്കുക. അപ്പൊ അതാണ് അതിന്റെ ഒരു തേർഡ് ഫേസ്. ഇങ്ങനെ ആ ഇടത്തിൽ നിന്ന് തന്നെ മനോഹരമായ ചില അനുഭവങ്ങൾ ഉണ്ടായി. പിന്നെ നാലാമതായിട്ട് ഇതിന് പിന്നിൽ ആരാന്നുള്ള കണ്ടെത്തലാണ്. ഇത്രയും എന്റെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കിയ വ്യക്തി ആരായിരിക്കും? ആ യോഹന്നാന്റെ കണ്ണ് യേശുവിലേക്ക് പാളി. അയാൾ പറഞ്ഞു, ഇത് യേശുവാ. പലപ്പോഴും ഈ കഷ്ടകാലങ്ങളിൽ, വ്യഥയുടെ കാലങ്ങളിൽ, തകർച്ചയുടെ കാലങ്ങളിൽ കണ്ണീരോടും നിലവിളിയോടും കൂടി മാത്രം മനുഷ്യൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന നാമം യേശുവിൻ്റെത്. ആരോഗ്യമുള്ളപ്പോൾ, സ്നേഹമുള്ളപ്പോൾ, പ്രണയം സംഭവിക്കുമ്പോൾ, ദാമ്പത്യം ഊഷ്മളമാകുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് പ്രോഗ്രസ് കാർഡ് മാർക്ക് കിട്ടുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ പറയാതെ പോകുന്നൊരു വാക്കാണ് അതിന് പിന്നിൽ യേശുവാ.
എല്ലാത്തിനും പിന്നിൽ യേശുവാണെന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രകാശത്തിലേക്ക് എത്തുന്നതാണ് ശരിക്കുമുള്ള ഉദ്ധിതനുമായി ബന്ധപ്പെട്ട് നമുക്ക് പുലർത്താവുന്ന ഏറ്റവും വലിയ അനുഭവം. എല്ലാ ഉയർപ്പുകൾക്ക് പിന്നിലുള്ളത് ആരാണ്? യേശുവ. കേട്ട മാത്രയിൽ യോഹന്നാൻ സംഘവും ഇങ്ങനെ വഞ്ചി വലിച്ചുകൊണ്ട് വരുന്നു. പത്രോസ് ആവട്ടെ താൻ നഗ്നനായിരുന്നത് കൊണ്ട് ആ ഉടുപ്പൊക്കെ പുതച്ച് ഇങ്ങനെ കരയിലേക്ക് നീന്തി ചെല്ലുകയാണ്. ഇനിയുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നല്ലതാണ്. 153 മത്സ്യം കുരിക്കുന്ന പറയുന്നത്. അത്രയും കൃത്യമായിട്ട് എങ്ങനെ എണ്ണിയെടുത്തെന്നൊക്കെ ചോദിച്ചെന്നാൽ വേണമെങ്കിൽ പറയാവുന്ന ഒരു മുട്ടായിട്ടെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കുറെ പേരോട് പണിയുന്ന കടപ്പുറത്ത് നിയമം തന്നെ നമുക്കറിയാം. കിട്ടുന്ന മീന് എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വീതം വെക്കുന്ന പരിപാടിയുണ്ട്. ആ വഞ്ചിയുടെ ഉടമയ്ക്ക് പിന്നെ പണിക്ക് വരുന്ന ഒരാൾക്ക് എല്ലാവർക്കും കൃത്യമായ വീതമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീതം വെക്കുന്നതിനേക്കാൾ മുമ്പേ ഈ വലിയ മീനുകൾ എണ്ണി വെക്കുന്ന ശീലം എല്ലാ കടലോര ഇടങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിനെ വളരെ പ്ലെയിനായിട്ട് എടുക്കാം. 153 മത്സ്യം ഉണ്ടല്ലോ. പക്ഷേ യോഹന്നാന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊക്കെ ചില മെഡിറ്റേഷൻ ആവശ്യമുണ്ട്. എന്താണ് ഈ 153 എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒത്തിരി ചർച്ചകളുണ്ട്. പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ആദ്യ നൂറ്റാണ്ടിൽ നിന്നുള്ള എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയുന്നത് ഈ 100 എന്ന് പറയുന്നത് യഹൂദരൊഴിച്ചുള്ള എല്ലാ മതങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ജാതികളെയോ ഒക്കെ കാട്ടാൻ വേണ്ടിയുള്ളതാണെന്ന് പറയുക. പ്ലസ് യഹൂദരെന്ന് പറയുന്ന ഹോളി എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പകുതിയോളം വരുന്നവർ വിചാരിക്കുന്നു. പിന്നെ ത്രിത്വൈകം എന്ന് പറയുന്ന ഒരു അനുഭവമായിട്ട് കൂട്ടിച്ചേർത്ത് 153 കരുതിയ ആദ്യകാല പിതാക്കന്മാരുടെ വായനയുണ്ട്. സെന്റ് അഗസ്റ്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. 10 കൽപ്പനകൾ, 7 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ രണ്ടും കൂടി ചേർത്തുമ്പോൾ 17 കാര്യങ്ങൾ. ഇങ്ങനെ കൂട്ടിയെടുക്കുന്ന ഒരു ചെറിയ കളിയൊക്കെ ഉണ്ട് കണക്കിൽ. 1, 2 അങ്ങനെ 17 വരെയുള്ള നമ്പർ ഇങ്ങനെ എണ്ണിയിട്ട് ഇത് കൂട്ടിയെടുക്കുമ്പോഴേക്കും അതിന് വരുന്ന ആകത്തുകയും 153. ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ ഓരോരുത്തർക്കും വ്യാഖ്യാനിക്കാവുന്നേ ഉള്ളൂ. 150 സങ്കീർത്തനങ്ങളും മോശയുടെ 3 ഗാനങ്ങളും കൂടി ചേർത്തിട്ടാണ് ഇതിന്റെ സൂചന എന്ന് പറയുന്ന മറ്റൊരു കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, കിഴക്കിന്റെ ദൈവശാസ്ത്രം എന്നുള്ള ഒരു വായനയുണ്ട്. എന്തോ ആവട്ടെ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ല സൂചന തരുന്നത് ജെറോവാണ്. ജെറോം പറയുന്നത് ഇങ്ങനെയാണ്, ഇതിങ്ങനെ സകല ജനതകളുടെ അടയാളമായിട്ടാണ്. കടലിൽ ഏതാണ്ട് 153 തരം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് ഗണിക്കപ്പെട്ടിരുന്ന കാലത്തിനകത്ത് മുഴുവൻ തരം മത്സ്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പ്രതീകമായിരിക്കും 150. അത് കുറച്ചുകൂടി എനിക്ക് എൻ്റെ ഒരു യുക്തിബോധത്തിനോ അല്ലെങ്കിൽ ഒരു വിചാരത്തിനൊക്കെ നിരക്കുന്ന ഒന്നാണ്. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്ന വലയിലേക്ക് ശേഖരിക്കപ്പെടുന്ന ഭൂമിയിലുള്ള എല്ലാത്തരം മനുഷ്യരും എല്ലാത്തരം ഇടങ്ങളിലുള്ളവര് എന്താ ഇതിനകത്ത് ഏറ്റവും ഭംഗിയുള്ള വരി എന്ന് പറയുന്നത് 153 മത്സ്യം കുരുങ്ങിയിട്ടും വലക്കണ്ണി പൊട്ടിയില്ലെന്ന് പറഞ്ഞ വാക്കാ. ഞാൻ അതിനെയാണ് ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിലേക്ക് ഒന്ന് സ്നേഹപൂർവ്വം ശ്രദ്ധാപൂർവം ഒക്കെ വെച്ച് തരുന്നത്. എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ പൊട്ടാത്ത വലക്കണ്ണി കണക്കൊരു ജീവിതം, സമഗ്രത എന്ന് പറയുന്ന ഒന്നാണ്. ഇതാണ് ശരിക്കുമുള്ള ഉയർപ്പിന്റെ അനുഭവം. ഒരാൾ അനുഭവിക്കുന്ന സമൃദ്ധി, ആ സമൃദ്ധിയിലും അയാൾ സമൃദ്ധി പറയുമ്പോൾ ഉപയോഗിക്കുന്ന കാറിന്റെ വലിപ്പമോ വസിക്കുന്ന വീടിന്റെ എന്ത് ചെയ്യുന്നുണ്ട് വ്യാസമൊന്നും അല്ല, അളവൊന്നും അല്ല ഈ പറഞ്ഞ സമൃദ്ധി എന്ന് പറയുന്നത്. ഒരാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അയാൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങളുടെ പേരെ ഈ സമൃദ്ധി എന്ന് പറയാം. അയാൾ റിച്ച് ആവുന്ന ഈ അകത്ത പുറത്തല്ല. അപ്പൊ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ഇടപെടൽ കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന സമൃദ്ധി. 2, ആ സമൃദ്ധിയിലും അയാൾ സൂക്ഷിക്കുന്ന സമഗ്രത. യോഹന്നാൻ വേറെ പ്രതീകം ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതിനു മുമ്പായിട്ട്. തൊന്നില്ലാത്ത അങ്കി എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? ഇന്റഗ്രിറ്റിയുടെ പ്രതീകം. അപ്പൊ 2 അനുഭവങ്ങളാണ് ഉദ്ധിതനായ ക്രിസ്തു എന്റെ ജീവിതത്തിൽ തരാൻ പോകുന്നത്. ഒന്ന്, ഏതിടങ്ങളിലായിരിക്കുമ്പോഴും ഒരാൾ അനുഭവിക്കുന്ന ആ റിച്ച്നെസ്, കുറെ കൂടി ധനാത്മകമായിട്ട് അയാൾക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. 2, അയാൾ പുലർത്തുന്ന ഇന്റഗ്രിറ്റി. ഇത്തിരി കുസൃതിയുണ്ട്, കുറുമ്പുണ്ട്, കുഞ്ഞായ്മയുണ്ട്, ചിലപ്പോൾ ആ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ഇത്തിരി കലഹമുണ്ട്. എന്നാൽ പോലും ഈ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾക്ക് അതൊരു വെള്ളലില്ല. ഒരു കണ്ണി പോലും ഇങ്ങനെ പൊട്ടിയിട്ടില്ല. അങ്ങനെ ആ കണ്ണിയിൽ പൊട്ടാത്ത ഒരു ജീവിതം എത്ര മെഡിറ്റേഷൻ വെക്കേണ്ട ഒരു വിചാരമാണ്. കരയിലെത്തുമ്പോൾ ബൈബിളിലെ ഏറ്റവും ഡൊമസ്റ്റിക് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഈശോ തീ കൂട്ടി ഇവർക്ക് വേണ്ടി അപ്പവും മീനും ചുട്ടിരിക്കുക. പലയിടങ്ങളിൽ ഓരോരുത്തർക്കും ആവശ്യമായ കാര്യങ്ങൾ യേശു നിന്ന് കിട്ടുന്നുണ്ട്. കൃഷിക്കാരനായ യേശു, കാരണം വിത്തെന്ന് പറഞ്ഞ സങ്കല്പത്തൊക്കെ യേശു നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അധ്യാപകനായ യേശു, ഒരു അളവിൽ തച്ചനായ യേശു, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ മീൻപിടുത്തോട് ചേർന്ന യേശു, മുക്കുവനായ യേശു എന്നൊക്കെ വേണം വിശേഷിപ്പിക്കുക. കാരണം ആ കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ അന്നം വിളമ്പുന്നവർക്ക് മനോഹരമായ ഒരു രംഗം കിട്ടുന്നുണ്ട്. പാചകക്കാരനായ യേശു. എന്തുമാത്രം പേരാണ് ഈ അടുപ്പിന്റെ അടുപ്പ് പാദം എന്നൊക്കെ ഒരു വാക്ക് പണ്ട് ഉപയോഗിക്കുമായിരുന്നു. ചിലപ്പോൾ ഈ കുറച്ച് സ്ട്രെസ് വരുന്ന ഇടത്തിന് വിളിക്കുന്ന വാക്കാണോ പാദം എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ അതുമായിട്ട് എന്തോ ചില ബന്ധമുണ്ടോ ഇതിനകത്ത്. എന്തുമാത്രം ചൂടുകൊള്ളുന്ന ജീവിതങ്ങളുണ്ട് ഭൂമിയിൽ, എന്തുമാത്രം ചൂടുകൊള്ളും. നമുക്ക് അതിനകത്ത് നിന്ന് ഇങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റുന്നില്ല. അവർക്കും സ്നേഹമുള്ള ഒരു അടയാളം പാചകക്കാരനായ യേശു. ക്രിസ്തു തന്നെ തീയിൽ ഇങ്ങനെ അപ്പവും മീനും ചുട്ടും കാത്തിരിക്കുക. അത്
നമ്മുടെ വീട്ടമ്മമാർക്ക് സന്തോഷം കൊടുക്കട്ടെ. പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് വെച്ച് വിളമ്പി തരുന്ന ആ സന്മനസ്സുള്ള പുരുഷന്മാർക്കും അത് പ്രകാശം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ടോ അതിൻ്റെ കൂടെ യേശു പറഞ്ഞൊരു കുഞ്ഞു വിചാരത്തോടു കൂടി ഈ ഒരു സന്ധ്യാവിചാരം, ഈ സത്സംഗം നമുക്ക് അവസാനിപ്പിക്കാം. എന്താണത്? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൈവശം ഇപ്പോൾ പിടിച്ച മീൻ വല്ലതുമുണ്ടോ? ഇംഗ്ലീഷ് കുറെ കൂടി ഷാർപ്പാ. ഡു യു ഹാവ് സംതിങ് ഫ്രഷ്? എല്ലാവരും പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ട് ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്, പണ്ട് ഒത്തിരി സമർപ്പിച്ചിട്ടുണ്ട്, പണ്ട് ഒത്തിരി പ്രണയിച്ചിട്ടുണ്ട്, പണ്ട് കുഞ്ഞുങ്ങളെ ഒത്തിരി ഓമനിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഈ പഴയ കാലത്തിൻ്റെ ആ ഒരു FTയിൽ മാത്രം, അതിനകത്തുനിന്ന് പലിശ എടുത്തുകൊണ്ട് മാത്രം ജീവിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ ദിവസം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ദൈവം പോലും തൻ്റെ സ്നേഹം ഓരോ ദിവസം നവീകരിക്കുന്നൊക്കെ ആയിട്ട് വേദപുസ്തകം പറയുന്നത്. കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്. നമുക്കറിയാം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇങ്ങനെ സ്റ്റേബിളായ ഒന്നിൻ്റെ പേരാണ് ദൈവം. എന്നിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ഇങ്ങനെ റിന്യൂ ചെയ്യാനായിട്ട്, മനോഹരമാക്കാൻ വേണ്ടി വേദപുസ്തകം നമുക്ക് പറയുന്ന വാക്കാണെന്ത്? ദൈവം തൻ്റെ സ്നേഹത്തെ നവീകരിക്കുന്നു. ഓരോ ദിവസവും അവിടുത്തെ സ്നേഹം പുതിയതാണ്. നമ്മളാവട്ടെ ആ പഴയ സ്നേഹത്തിൻ്റെയും പഴയ പ്രാർത്ഥനയുടെയും പഴയ ധ്യാനത്തിൻ്റെയും പഴയ ദൈവാനുഭവത്തിൻ്റെയും കഥ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം മതിപ്പോടുകൂടി ജീവിക്കുക. അത്ര മതിപ്പ് വേണോ? ഡു യു ഹാവ് സംതിങ് ഫ്രഷ്? കടലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാഴ്ച കിട്ടിയിട്ടുള്ളവർക്കറിയാം, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ഇതാണ്, ഈ വലക്കുള്ളിൽ തുള്ളിത്തുടിച്ച് നിൽക്കുന്ന മീനുകൾ. അത് കണക്ക് ഓരോരുത്തരുടെയും ജീവിതവലയിൽ ഉണ്ടാവട്ടെ തുള്ളിത്തുടിച്ച് നിൽക്കുന്ന നിമിഷ മീനുകൾ. ഭംഗിയുള്ള, ലാവണ്യമുള്ള, വെളിച്ചത്തിൻ്റെ പൊൻപരാഗങ്ങൾ വീണ ഉയർപ്പിന്റെ ജീവിതം നമുക്ക് സാധ്യമാണ്. അവൻ തീരത്ത് നിൽപ്പുണ്ട്. അവനെ കാതോർക്കുക. ജീവിതം പ്രഭാമയം സന്നിധാനം.